വലിയ വിരുന്നൊരുക്കി സീനിയേഴ്സ്. അതിഗംഭീരമായി VBS ലേലം. വാർത്തകൾ വിശദമായി. ആഘോഷങ്ങളും പൊട്ടിച്ചിരികളുമായി VBSന്റെ 6ാം ദിവസം പിന്നിട്ടു. ഹോളിക്രോസ് AC നിലമാമ സഭയിലെ VBSന്റെ 6ാം ദിവസമായി ഇന്നലെ രാവിലെ നിധിയുടെ മുദ്രാവാക്യം വിളിയും ആതിരയുടെ പ്രാർത്ഥനയോടും കൂടി ആരംഭിച്ചു. പഠിപ്പിച്ച ഡാൻസുകളെല്ലാം നൃത്തച്ചുവടുകൾ കൊണ്ട് ആഘോഷമാക്കി കുഞ്ഞുങ്ങൾ. VBSന്റെ അവസാന ദിവസങ്ങൾ ആയി എങ്കിലും ഡയറക്ടേഴ്സിന്റെ മഹാത്മ്യം കൊണ്ടാണോ അതോ കുട്ടികളും ആഘോഷവും നൃത്തവും കൊണ്ടാണോ എന്നറിയില്ല, പള്ളി മുഴുവൻ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും VBS തീരാൻ പോകുന്നതിൻ്റെ വിഷമം എല്ലാ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. എന്നാലും തങ്ങൾക്ക് കിട്ടിയ ഈ അവസരം ഒത്തിരി ഉപയോഗപ്പെടുത്തി കുഞ്ഞുങ്ങൾ ആഘോഷങ്ങളാലും നൃത്തച്ചുവടുകളാലും പൊട്ടിച്ചിരികളാലും സഭയിൽ നിറയുകയാണ്. കൃത്യനിഷ്ഠത പാലിക്കാതെ 2 ടീമിലെയും ഡയക്കോണിയമാർ. VBSന്റെ 6ാം ദിവസമായ ഇന്നലെ എന്നത്തെക്കാളും വൈകിയാണ് VBS ആരംഭിച്ചത്. എന്നാൽ പോലും കൃത്യനിഷ്ഠത പാലിക്കാതെ 2 ടീമിലെയും ഡയക്കോണിയമാർ. ഡയക്കോണിയ എന്ന പദത്തിന് അർത്ഥം ലീഡർ എന്നാണ്. എങ്കിൽ പോലും ആ ലീഡേഴ്സ് ഒരു മാതൃകയാകുന്നില്ല എന്നാണ് അഭിഷേക് സാർ പറയുന്നത്. അഭിഷേക് സാർ വാർത്താ സമ്മേളനം വിരുമ്പുകയും ചെയ്തു. എന്തുകൊണ്ടാണ് താമസിച്ചത് എന്ന് ചോദിച്ചതിന് കെരൂബ്സ് ടീമിലെ ഡയക്കോണിയായ ജോഷ്മിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് വരാറുണ്ട്. എന്നാൽ 9 മണിക്കാണ് ഇന്നലെ VBS തുടങ്ങിയത്. എന്നത്തെയും പോലെ 8 മണിക്ക് VBS ആരംഭിച്ചിരുന്നു എങ്കിൽ കൃത്യസമയത്ത് താൻ വരുമായിരുന്നു. ഡയറക്ടേഴ്സ് VBS താമസിച്ചു വെച്ചതിലാണ് താൻ താമസിച്ചതെന്നും നേരത്തെ വച്ചിരുന്നെങ്കിൽ നേരത്തെ എത്തുമായിരുന്നുവെന്നും ജോഷ്മി അറിയിച്ചു. എന്നാൽ ഇതേ സമയം സെനഫ് ടീമിലെ ഡയക്കോണിയായ അപർണയോട് എന്താ താമസിച്ചതെന്ന് കേട്ടപ്പോൾ തനിക്ക് രാവിലെ വീട്ടിൽ എഴുന്നേറ്റ് ചോറും കറിയുമെല്ലാം വയ്ക്കാനുണ്ട്, അതിനുശേഷം മാത്രമേ വരാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ഡയറക്ടേഴ്സ് പറയും പോലെ എനിക്ക് വരാൻ പറ്റില്ല എന്നാണ് അപർണ അറിയിച്ചത്. എന്തായാലും 2 ഡയക്കോണിയന്മാരുടെയും കൃത്യനിഷ്ഠതയിൽ പെട്ടുപോയിരിക്കുകയാണ് ഡയറക്ടേഴ്സ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം.